ഈ ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തനത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി വന്നിട്ടുണ്ട്. ആ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ആ ഹർജി പരിഗണിച്ചില്ല. എന്നാൽ ഇന്നത് പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രൻ സുപ്രീം കോടതി അഡ്വക്കേറ്റായ ബിജു പി രാമൻ മുഖേനയാണ് സുപ്രീം കോടതിയിൽ ഈ ഹർജി കൊടുത്തിരിക്കുന്നത്. ആർ രാധാകൃഷ്ണൻ ഹർജിയുടെ വിശദാംശങ്ങൾ നൽകും. പറയൂ രാധാകൃഷ്ണൻ. എസ് കെ എൻ, ഈ രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ടിട്ട് നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ, സമയബന്ധിതമായിട്ട് നടപടികൾ പൂർത്തിയാകാത്തത്, ഇതടക്കമുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഒരു മനുഷ്യജീവൻ മണ്ണിനടിയിൽ പെട്ട് കിടക്കുമ്പോൾ പുലർത്തേണ്ട ജാഗ്രത, ആ ജാഗ്രത ഉണ്ടായിട്ടില്ല എന്നുള്ള നിലപാടാണ് ഈ ഹർജി മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും ഒരുപോലെ അവരുടെ നടപടികളിലെ വിമർശിച്ചുകൊണ്ടാണ് ഈ ഹർജി മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഹർജി ഇന്ന് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളായി ഉന്നയിക്കുന്നത് അടിയന്തരമായിട്ട് ഈ നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ ലോറി കണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള നടപടികൾ അത് ഉണ്ടാകണം. അതിനുവേണ്ടി സൈന്യത്തിന് നിർദ്ദേശം നൽകണം. കേന്ദ്രത്തിന്റെ ആവശ്യമായിട്ട് ഇത് വേഗത്തിൽ കണ്ടെത്താൻ ആവശ്യമായ നടപടികൾ എന്തോ ആ നടപടികൾ സ്വീകരിക്കാനായിട്ട് കേന്ദ്രത്തിന് നിർദ്ദേശം നൽകണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഈ ഹർജിയുടെ ഭാഗമായിട്ട് ഉന്നയിക്കുന്നത്. ഇന്ന് ഈ ഹർജി ഏതാണ്ട് 27ാമത്തെ ഐറ്റമായിട്ടാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ ഹർജി കേൾക്കുകയും കോടതി ആ വിഷയത്തിലെടുക്കുന്ന നിലപാട് രണ്ട് സർക്കാരുകളോടും അക്കാര്യത്തിൽ വാക്കാലെങ്കിലും ഒരു നിർദ്ദേശം നൽകും. വേഗത്തിൽ ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു നിർദ്ദേശം നൽകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ.